ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പട്ടാളക്കോട്ടയിലും കൃഷും കൺമണിയും തമ്മിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ പ്രണയത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ഓരോ ദിവസങ്ങൾ കഴിയും തോറും അത്രയ്ക്കും അവർ തമ്മിൽ പ്രണയം കൂടി വരികയാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് തന്നെയാണ് കൃഷും കൺമണിയും പോയിക്കൊണ്ടിരിക്കുന്നത്. കേണൽ സാറുമായി ഫാക്ടറിയിലെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷം വളരെ മൂഡ് ഔട്ട് ആയിക്കൊണ്ട് കൃഷി വരുന്നുണ്ട്. ആ സമയത്ത് കൺമണിയെ പോലും കാണാതെ കൃഷി പോവുകയാണ്. കൃഷി അങ്ങോട്ട് പോകുന്ന സമയത്ത് കൺമണി കൃഷിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. കൺമണി എന്നിട്ട് കൃഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, സാറിനെ കൊണ്ട് മാത്രമേ ആ ഫാക്ടറി തുറപ്പിക്കാൻ പറ്റൂ. ദേവ്ജിക്ക് വേണ്ടി കേണൽ സാറിന് ഈ സഹായങ്ങളെല്ലാം സാർ ചെയ്തു കൊടുക്കണം. അവിടുത്തെ തൊഴിലാളികൾ അവരുടെ വിഷമം കാണാതെ പോകരുത്. എന്നെ പോലെയുള്ളവരാണ് അവർ. അവരുടെ ശമ്പളം തിരിച്ചു കൊടുക്കുകയും ശമ്പള വർധന അംഗീകരിക്കുകയും ചെയ്യണം. ഫാക്ടറി സാറ് തന്നെ തുറപ്പിക്കണം എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുന്നുണ്ട്. ശരി, ആ ഫാക്ടറി തുറക്കുന്ന ദിവസം കൺമണി എനിക്ക് എന്ത് തരുമെന്ന് കൃഷി ചോദിക്കുകയാണ്. അപ്പൊ കുറെ നേരം കൺമണി നിന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചതിനു ശേഷം കൃഷിനോട് പറയുന്നുണ്ട്, സാറിന് ഞാനൊരു മുത്തുകൗ തരാമെന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് യാചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒന്നിൽ ഒതുക്കാൻ പറ്റില്ല കൺമണി, ഒരു രണ്ടെണ്ണമെങ്കിലും തരണമെന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയുടെ അടുത്തേക്ക് പോവുകയാണ്. കൃഷി തനിക്ക് ഉമ്മ തരാൻ വരുന്നത് മനസ്സിലായി കൊണ്ട് തന്നെ കൺമണി കൃഷിയിൽ നിന്നും മാറി പോകുന്നുണ്ട്. പിന്നീട് കൺമണി ഒട്ടും പ്രതീക്ഷിക്കാതെ കൃഷി വേഗം കൺമണിയെ പിടിച്ചു വലിച്ച് അവൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ഓടുകയാണ്. കൃഷി ഓടുന്നത് കണ്ടിട്ട് കൺമണി കൃഷിന്റെ പിന്നാലെ തന്നെ കൃഷിനെ പിടിക്കാനായി പോകുന്നുണ്ട്. എന്നാൽ കൃഷി പിടികൊടുക്കാതെ ഓടിപ്പോവുകയാണ്. കൺമണി നിൽക്ക് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിക്കും കൃഷിനും ആ സമയത്ത് വളരെ സന്തോഷമാവുകയാണ്. പിന്നീട് അലിഗയിൽ വെച്ച് സാഗറും ദേവ്ജിയും കൂടി സംസാരിക്കുന്നുണ്ട്. സാഗർ ദേവ്ജിയോട് പറയുന്നുണ്ട്, കൃഷി കാരണം ഇപ്പൊ ഞങ്ങളുടെ മനസമാധാനം പോയി എന്ന് പറയുമ്പോൾ ദേവ്ജി സാഗറിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കൃഷിന്റെ ഏത് കാര്യത്തിനാണ് സാഗറിന് സമാധാനക്കേടുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, അവൻ ഇങ്ങനെ മാനസിയെ തള്ളിക്കളഞ്ഞ് കൺമണിയുടെ കൂടെ നടക്കുന്നതാണ് ഇപ്പോൾ എന്റെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം. അവൻ എൻഗേജ്മെന്റ് ചെയ്ത പെൺകുട്ടിയാണ് മാനസ. അവളെ വിട്ട് കൺമണിയുടെ കൂടെ ഇങ്ങനെ പോയാൽ മാനസിക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. അപ്പോ തിരിച്ച് ദേവ്ജി സാഗറിനോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാനസിയാണ് അവന്റെ പെണ്ണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ ഇത്ര നാൾ വരെ എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ദേവ്ജി പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും മാനസിയെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. അപ്പോ ദേവ്ജി പറയുന്നുണ്ട്, സാഗർ ഒരു കാര്യം മനസ്സിലാക്കണം, കൺമണിയാണ് എന്തുകൊണ്ടും കൃഷിന് ചേർന്ന പെൺകുട്ടി. കൃഷിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത കുട്ടിയാണ് മാനസ എന്ന് ദേവ്ജി സാഗറിനോട് പറയുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. മുന്നുമേട്ടിൽ കൃഷിയും കൺമണിയും പാറിപ്പറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവ്ജി സാഗറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ദേവ്ജിയെ കൊണ്ട് മാത്രമേ ഇനി കൃഷിനെയും കൺമണിയെയും ഒന്നിപ്പിക്കാൻ കഴിയൂ. ഇതിനുവേണ്ട എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവ്ജി. എന്തായാലും നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.